ഇതാണ് ഗൈസ് ബിരിയാണി ഉണ്ടാക്കുന്ന ആര്യദാസ് മേഡം. എന്ത് ചെയ്യാനാ, എല്ലാരൊരാഗ്രഹം. ബിരിയാണി ബിരിയാണി ഇവിടെ നിന്ന് നിൽക്കാൻ സമയമില്ല. ഭയങ്കര ബിരിയാണി കൊതിക്കാരവര്. അപ്പൊ ഇന്ന് രാത്രി ഇത്രയും ലേറ്റ് ആയിട്ടും ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാരും എക്സൈറ്റ്മെന്റില്ല, ഓടിയിട്ടുണ്ട്. അതെ, ഇവിടെ ഞങ്ങൾ 4 പേരാണുള്ളത്, 3 പേരും എക്സൈറ്റഡാ. എടി പച്ചമുളകിന്റെ കൂടെ ഒരു വെണ്ടയ്ക്ക. ആഹാ, ഇവിടെ സൺഡേ മാർക്കറ്റിൽ പോയി ഇവിടുന്ന് മേടിച്ചതാ. അപ്പം പച്ചമുളക് മേടിച്ചപ്പോ വെണ്ടയ്ക്കയും കിട്ടി. ബിരിയാണിക്ക് ഒരു വെടിക്ക് 2 പക്ഷി. അയ്യോ, ഒരു വെണ്ടയ്ക്ക് വേണ്ടി ഇയാൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് ബിരിയാണിക്കുള്ള ഉള്ളി എല്ലാം വറുത്തോണ്ടിരിക്കുന്നു. സമയം എന്തോ 8:19. കൊതി മൂത്തി ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു പരിപാടി. റൈസ്. ഇതാണ് ഗൈസ് വീട്ടിലൊരു സ്വന്തമായി ഷെഫ് ഉള്ളപ്പോൾ ഒരു ഗുണം ഇതാണ്. നമുക്ക് ഓർഡർ ചെയ്യൂ, കാല് പിടിച്ചുണ്ടാക്കിക്കൂ, അത്രേ ഉള്ളു. നമുക്ക് ഓർഡർ ചെയ്യാം, കഴിക്കാം. വീട്ടിൽ തന്നെ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിലൊരു ഷെഫ് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കാല് പിടിച്ച് കഴിക്കാന്നൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും, യോ തങ്കപ്പെട്ട കൊച്ച്, പാവം, അങ്ങ് ഇത്രയും വിനയ കുലീനതായ പെണ്ണാന്ന് വിചാരിക്കാൻ എന്തോ ആണല്ലോ. പക്ഷേ അല്ല, അതിന്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ, കാണാൻ പറ്റും തനി സ്വഭാവം. ഇവള് തന്നെ ഇവളെ എക്സ്പോസ് ചെയ്ത് കാണിച്ചേ ഗൈസ്.